നമ്മുടെ സെൻ പ്രൊജക്റ്റിൽ പാച്ച് വർക്കും അതേപോലെ തന്നെ മെക്കാനിക്കൽ വർക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സെൻ LXIയിലും VXIയിലും VXിലുമാണ് പവർ വിൻഡോസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പവർ വിൻഡോസ് സർവീസ് ചെയ്യാൻ പോവാണ്. ഫുള്ളായിട്ട് ഡാമേജ് ആയിട്ട് കിടക്കുന്ന കണ്ടീഷനിലാണ് ഉള്ളത് കേട്ടോ. അതേപോലെ ഈ ഒരു സ്വിച്ചിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാനും പോവുകയാണ്. ഫൈബർ ഡോർ പാഡിൽ വരുന്ന സ്വിച്ചസ് ആണിത്. അപ്പോൾ നമ്മൾ ആദ്യം വയറിംഗ് കണക്ഷൻ കാര്യങ്ങളൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്, കറണ്ട് പ്രോപ്പറായിട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഒരിക്കലും നമുക്കിത് ജസ്റ്റ് കണ്ടുകൊണ്ട് ഇതായിരിക്കും കംപ്ലൈൻറ്റ് എന്ന് അസ്യൂം ചെയ്യാൻ പറ്റില്ല. ഗ്ലാസ് ഒക്കെ റിമൂവ് ചെയ്താലാണ് നമ്മുടെ വൈൻഡർ അസംബ്ലി നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. മോട്ടറിൻ്റെ സർവീസ് പോസിബിൾ ആണ്, പക്ഷേ തീരെ മോശം കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്കിത് റീപ്ലേസ് ചെയ്യേണ്ടി വരും. ലോഡ് വലിക്കാതൊക്കെ വരുന്നതാണ് ഇഷ്യൂ. അങ്ങനെ നമ്മുടെ ആൾട്ടോയുടെ മോട്ടറാണ് ഇപ്പോൾ ഇതിനകത്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പവർ വിൻഡോസ് ഒക്കെ സ്മൂത്ത്ലി വർക്കിംഗ് ആണ്. ഇനിയിപ്പോൾ ജസ്റ്റ് അതിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് ബാലൻസ് ഉള്ളൂ. ഫുള്ളായിട്ട് ഡെഡ് ആയിട്ടുള്ള കണ്ടീഷനിലായിരുന്നു. നിങ്ങളുടെ വാഹനം ഏതായാലും ഈ ഒരു ഡീഗ്രീസർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൽ പവർ വിൻഡോസ് കുറച്ചുകൂടി സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 500 താഴേക്കാണ് കോസ്റ്റ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലെ സ്വിച്ചിനാണ് ഇഷ്യൂ ഉണ്ടായത്, അത് നമ്മൾ സർവീസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സെൻട്രൽ ലോക്കിന് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ഈ ഒരു ഡോർ മാത്രം ലോക്ക് ആവാത്തത്. നമ്മൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കമ്പനി ഫിറ്റ്മെൻ്റ് ആണ് ശരിക്കും ഇതിൻ്റെ സെൻട്രൽ ലോക്ക് ഇപ്പം നിലവിലിരിക്കുന്നത് കേട്ടോ. ഫൈബർ ഡോർ പാഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സ്വിച്ച് ആഡ് ചെയ്യണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. അപ്പോൾ അതിൻ്റെ കപ്ലിങ് റെഡി ആക്കിയിട്ട് ഇത് നമ്മൾ സ്വിച്ച് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് സൈഡിലെ പവർ വിൻഡോസും പക്ക വർക്കിംഗ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഡ്രൈവർ സൈഡിലെ ഓട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷനും വർക്കിംഗ് ആണ്.